ഒരേ സമയം ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും. മുനമ്പം വഖഫ് വിഷയത്തിൽ ചില രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് അതാണ്. സ്വന്തം നിലനിൽപ്പിനായി ഈ ഇരട്ടത്താപ്പുമായി അവർ പോകുമ്പോൾ തനിക്ക് വോട്ട് നൽകി തന്നെ തെരഞ്ഞെടുത്ത ഒരു ജനത്തോട് ആത്മാർത്ഥതയുടെ കണിക പോലും ഇവർക്കൊന്നും ഇല്ലല്ലോ എന്നോർക്കുമ്പോൾ ഈ ജനാധിപത്യം കശാപ്പ് ചെയ്ത ഇവരോടൊക്കെ പുച്ഛം തോന്നുകയാണ്. വഖഫ് എന്ന കിരാത നിയമത്താൽ തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ കിടപ്പാടം നഷ്ടമാകുമെന്ന ഘട്ടത്തിൽ സമരത്തിനിറങ്ങേണ്ടി വന്ന ജനത്തിനായി ആത്മാർത്ഥതയോടെ മുന്നിൽ നിൽക്കാൻ ആദ്യമൊന്നും ഒരു രാഷ്ട്രീയ നേതാക്കളും വന്നില്ല. വന്നവരാണെങ്കിലോ വോട്ട് ബാങ്കിൻ്റെയും ചില ഗൂഢലക്ഷ്യങ്ങൾക്ക് മുമ്പിൽ ഒന്നും ചെയ്യാനാവാതെ നിന്നു. എന്നാൽ അവിടെ ഈ പാവപ്പെട്ട ജനത്തിന് രക്ഷകനായി ഒരു പ്രവാചക ശബ്ദമായി ഒരു വൈദികൻ കടന്നു വന്നു. മോശ ഇസ്രയേൽ ജനത്തെ നയിച്ച പോലെ അദ്ദേഹം അവർക്ക് വേണ്ടി പൊരുതി. എല്ലാ അർത്ഥത്തിലും ഒരു വൈദികൻ മുന്നിൽ നിന്ന് പൊരുതിയപ്പോൾ കടലിലെ കൊടുങ്കാറ്റ് പോലെ മുനമ്പം ജനത മാറിയപ്പോൾ മാളത്തിലൊളിച്ച പല രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും മുഖ്യധാര വാർത്താ മാധ്യമങ്ങളും ഇന്ന് പുറത്തു വരേണ്ട അവസ്ഥയായി. ഈ പുറത്തു വന്നവർ ഇരയ്ക്കൊപ്പമോ എന്ന് തിരിച്ചറിയാൻ കുറച്ചും കൂടി നമ്മൾ കാത്തിരിക്കണം. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ. കഴിഞ്ഞ 3 വർഷമായി ഈ ജനതയുടെ ദുരിതം കണ്ടിട്ടും കണ്ണടച്ചിരുന്ന നിങ്ങൾ ഇന്ന് കണ്ണു തുറന്നെങ്കിൽ അതൊരു വൈദികൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ മുന്നേറ്റം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മുനമ്പം വിഷയം പറയുമ്പോൾ ആ വൈദികനെതിരെ വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ പറയാനുള്ളത് ഒന്ന് മാത്രം: ലേശമുളുപ്പ്. എല്ലാവർക്കും നേർക്കാഴ്ചയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ആമുഖത്തിൽ പറഞ്ഞ ആ വൈദികൻ ഫാദർ ജോഷി മയ്യാറ്റിൽ അച്ഛനാണ് ഇന്ന് നേർക്കാഴ്ചയിൽ നമ്മളോടൊപ്പം. അച്ഛാ, സ്വാഗതം. നമ്മളിപ്പോൾ ഈ ഒരു വിഷയം അന്ന് ദേശീയ തലത്തിൽ ശ്രദ്ധിച്ചു. കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോസ്റ്റ് ഇട്ടു. അച്ഛൻ നടത്തിയ ഒരു മൂവ്മെൻറ്റ് എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകളായിട്ട് ഇത് അടങ്ങിക്കിടക്കുകയായിരുന്നു, അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാതെ വന്ന സ്ഥലത്താണ് വളരെ ഒരു പ്രവാചക ശബ്ദം പോലെ തന്നെ ഒരു രീതിയിൽ ദീപികയിൽ വരുന്ന ആർട്ടിക്കിൾ അതുവഴി ഇതിൻ്റെ ഒരു ഭീകരത ലോകം അറിയുന്നൊരു കാര്യം. കഴിഞ്ഞ ദിവസം മുനമ്പത്ത് കോൺഗ്രസ് പാർട്ടി ജില്ലാ കോൺഗ്രസ് നടത്തിയ ഈ ഒരു മുനമ്പം വിഷയമായി ഒരു ഐക്യദാർഢ്യ സമ്മേളനം. എല്ലാവരും ഏറെ പ്രതീക്ഷയോടെയാണ് ആ ഒരു സമ്മേളനത്തെ കണ്ടത്. കാരണം കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നു, MP, DCC പ്രസിഡന്റ്, ഇവരെല്ലാം പങ്കെടുക്കുന്ന ഒരു ഇത്. അവിടെയും ഞാൻ ഇത് ഇൻ്റർവ്യൂ വരുന്നതിന് മുമ്പ് കോമണായിട്ട് പറയുന്ന കാര്യമാണ്. ശ്രീ ഹൈബി ഈഡൻ MPയുടെ ഒരു ചില പ്രസ്താവനകൾ, അദ്ദേഹം വഞ്ചിസ്കോറിലും ആ ഒരു പ്രസ്താവന അതുപോലെ തന്നെ ആവർത്തിച്ചു. കുറച്ചും കൂടി വളരെ ഒരു MPയുടെ സ്ഥാനത്ത് നിന്ന് വളരെ ബാലിശമായ രീതിയിൽ എനിക്ക് തോന്നി. കാരണം 5 മാസം മുമ്പ് അദ്ദേഹം ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. 2022 മുതൽ അദ്ദേഹം അവിടെ MP ആണ്. അന്ന് അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറയുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു തെറ്റ്. 2024 അദ്ദേഹം അറിഞ്ഞു എന്ന് പറയുന്നു. ഞങ്ങളുമായി അദ്ദേഹം ഇതേക്കുറിച്ച് പറയുന്നു, പ്രതികരിക്കും, ഞാൻ ഇപ്പോഴാണ് ഇത് അറിഞ്ഞതെന്ന് പറയുന്നു. 5 മാസം കഴിഞ്ഞു അദ്ദേഹം MP ആയിട്ട് പോലും ഒരു സ്റ്റെപ്പ് പോലും ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജനത ഇവിടെ കിടക്കുന്നു, ഇവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യുമെന്ന് അദ്ദേഹം വന്നുപോലും അന്വേഷിച്ചിട്ടില്ല ഈ ഒരു മുൻപം വിഷയവുമായി ബന്ധപ്പെട്ട്. അതിനുശേഷം ലോക്സഭയിൽ ഇതിനെതിരെ ആക്ഷൻ കൂടി എടുത്തു. എന്നിട്ടും മിണ്ടാതിരുന്ന് ആദ്യമായി അദ്ദേഹം മുൻപത്ത് വരുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ്. ഈ ഒരു വിഷയം ഇത്രമാത്രം ദേശീയ തലത്തിൽ ശ്രദ്ധ വെച്ച അച്ഛനെ വീണ്ടും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ വീണ്ടും അദ്ദേഹം ആ ഒരു പൊതുവേദിയിൽ വെച്ച് വർഗീയവാദികൾ, വിഘടനവാദികൾ, ആത്മീയ നേതാക്കൾ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ചില വളരെ ബാലിച്ച ഒരു MPയുടെ സ്ഥാനത്ത് നിന്ന് വരാൻ സാധിക്കാതെ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം കറക്റ്റ് ചെയ്യുന്നതിന് പകരം അദ്ദേഹം ഇങ്ങനെയുള്ള ചില ആരോപണങ്ങളിലേക്ക് പോകുന്നു. ആ ഒരു സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട അച്ഛനോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, അവിടെയൊക്കെ ഉയർന്നു കേട്ടത് VD സതീശനായാലും ഉയർന്നു കേട്ടൊരു കാര്യം, നിങ്ങൾ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളെ ആരും കുടിയൊഴിപ്പിക്കാൻ സമ്മതിക്കില്ല, ഞങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാവില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറയണം. യഥാർത്ഥത്തിൽ കുടിയൊഴിപ്പിക്കലാണ് അവിടുത്തെ പ്രശ്നം. എന്താണത് അങ്ങനെ രീതിയിലേക്ക് ചർച്ചകൾ മാറിപ്പോകുന്നത്? അത് ബോധപൂർവം മാറ്റിവിടുന്നതല്ലേ. വലിയ വീരവാചകങ്ങളാണ്. ചങ്കിൽ ചോരയുള്ളിടത്തോളം കാലം നിങ്ങളെ കുടിയിറക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ഗുമ്മുണ്ട്. പത്രത്തിലൊരു ഗുമ്മുണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം അത്രേ ഉള്ളൂ. സത്യത്തിൽ ഇവർ മനസ്സിലാക്കേണ്ടത് മുനമ്പം ജനതയുടെ കരുത്താണ്. എനിക്ക് വലിയ അഭിമാനമാണ് അവരെക്കുറിച്ച്, വലിയ ആദരവാണ് മുനമ്പത്തെ ആ ജനത്തോട് തോന്നുന്നത്. വിഷയങ്ങളൊക്കെ ഇത്രയ്ക്ക് കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു സമൂഹം, വളരെ
കൃത്യമായി നടപടിയെടുക്കുന്ന സമൂഹം. 5 കേസുകളാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഏത് വിഷയത്തെക്കുറിച്ച് ഇതോടനുബന്ധിച്ച ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും ഷാർപ്പായിട്ട് അവർക്ക് അറിയാം. ഇൻഫർമേഷൻ അവർ തരും. ഒരു മീറ്റിങ്ങിൽ അവരൊന്ന് വിളിച്ചു നോക്കൂ, കൃത്യം കാര്യം പറയും. ശ്രദ്ധിച്ചു കാണുമല്ലോ, വഞ്ചി സ്ക്വയറിലെ ചർച്ചകളെല്ലാം ഒരു വഴിക്ക് തിരിച്ചുവിടാൻ ശ്രമങ്ങളുണ്ടായപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന മുനമ്പത്തുനിന്ന് വന്ന 3 പേരാണ് കറക്റ്റ് ഹിറ്റ് ദ ടാർഗറ്റ് കൃത്യമായിട്ട് ചെയ്തത്. എനിക്ക് മുനമ്പത്തെ നിവാസികളോട് വലിയ ആദരവാണുള്ളത്. അതുകൊണ്ട് അവരോട് സഹതാപം കാണിക്കാനോ അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് കുടിയിറക്കില്ല, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയാൻ ആളുടെ ആവശ്യമില്ല. കുടിയൊഴിപ്പിക്കാമെന്ന് അങ്ങോട്ട് ചെന്ന് നോക്കുക, വിവരം അറിയും. അവർക്കതിനുള്ള കരുത്തൊക്കെ ഉണ്ടെന്നേ, അവർക്കതിനുള്ള ശക്തി ഉണ്ടെന്നേ, അവർക്ക് ലീഗലായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടെന്നേ, അവർക്ക് കൂട്ടായ്മയുണ്ടെന്നേ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ പറഞ്ഞ് വിഷയത്തെ വഴിമാറ്റി വിടാനുള്ള ശ്രമങ്ങളാണ്. അതിപ്പോൾ പലരിൽ നിന്നായി കേൾക്കുന്നു. അത് വഞ്ചി സ്ക്വയറിൽ കേട്ടൊരു സ്വരമാണ്. നിങ്ങളെ ആരും കുടിയിറക്കി വിടാൻ ഞാൻ അനുവദിക്കില്ല. അത് ഇന്നലെ മുനമ്പത്ത് മുഴങ്ങി, കുടിയിറക്കി വിടാൻ അനുവദിക്കില്ല. ഇവിടുത്തെ പ്രശ്നം അതൊന്നും അല്ലല്ലോ. ഇവിടുത്തെ റിയൽ നീഡ് എന്താണെന്ന് ഈ മുനമ്പം പള്ളി ഉൾപ്പെടെയുള്ള കോട്ടപ്പുറം രൂപതയിൽ നിന്ന് ഇറക്കിയ ആ ഇടയലേഖനത്തിലും കോട്ടപ്പുറം മെത്രാൻ്റെ പ്രത്യേകമായ ഒരു കുറിപ്പിലുമൊക്കെ ഉണ്ടല്ലോ. എന്താ വേണ്ടത്? അവരുടെ റവന്യൂ അവകാശങ്ങൾ സത്വരമായി സമ്പൂർണമായി പുനഃസ്ഥാപിക്കും. കൃത്യമാണത്. അപ്പോൾ എന്താണ് ടാർഗറ്റ് എന്നുള്ളത് അവർക്കും അറിയാം, മുനമ്പത്തുള്ളവർക്കും അറിയാം, മുനമ്പത്തുള്ളവരെ ആത്മാർത്ഥമായി സഹായിക്കുന്നവർക്കും അറിയാം. ഇനി ടാർഗറ്റ് മാറ്റിവിടേണ്ടത് ആത്മാർത്ഥതയില്ലാത്തവരുടെ താല്പര്യമാണ്. അതിൽ അവർ പെടുകയൊന്നുമില്ല. പിന്നെ കുറച്ചൊക്കെ ചിലരിലൊക്കെ അറിയാത്തവരിൽ കുറച്ചൊക്കെ ഒരു വികാരം ജനിപ്പിക്കാനൊക്കെ ഇടയാക്കുമായിരിക്കും. പക്ഷേ മുനമ്പുംകാരെ അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല. മറ്റൊരു കാര്യത്തിലേക്ക്, അതായത് ഒരു വർഗീയ രീതിയിലേക്ക് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ തിരിച്ചു വിടുന്നുണ്ട് ഇല്ലേ? കാരണം അവർ പറയുന്നു ചില സംഘടനകൾ, അതായത് മുനമ്പം വിഷയത്തിലൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കൊരു അറിവ് നൽകുക മാത്രമാണ് ആ ഗ്രൂപ്പിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻ കേസ് ഒരു അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1300, 1500, 2000-അടുത്ത ആളുകളിൽ ചില സംഭാഷണങ്ങൾ പലതും വരാം. അതൊരു പക്ഷേ അഡ്മിന്മാർ കൃത്യമായി നോക്കിയിട്ടുണ്ട്. കാരണം ആ ഗ്രൂപ്പിലൊരു അംഗം കൂടിയാണ് ഞാൻ. കൃത്യമായി നോക്കിയിട്ടുണ്ട്. മോശമായതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടി ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ അറിയാണ്ട് വന്ന് പോയിട്ടുണ്ടാവാം. ഡിലീറ്റ് ചെയ്യാൻ സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടാവാം. പക്ഷേ അതിനെ ഒരു വർഗീയവൽക്കരിക്കുക അല്ലെങ്കിൽ വർഗീയ സംഘടനകൾ അങ്ങനെ രീതിയിലേക്ക് കൊണ്ടുവന്ന് മുസ്ലിം പ്രശ്നമാക്കി തീർക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളല്ലേ. കാരണം ചില കാര്യങ്ങൾ അവർക്ക് മറക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെ ഈ ഒരു സ്റ്റേജിൽ കയറിയിട്ട് കുറച്ച് കയ്യടി വാങ്ങാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഒച്ചത്തിൽ സംഭാഷണമൊക്കെ നടത്തണമെങ്കിൽ ഇതൊന്ന് വർഗീയവൽക്കരിക്കണ്ടേ? അങ്ങനെ ഒരു രീതിയിലേക്ക് അല്ലേ ഇതിപ്പോൾ പോയി പോകുന്നുണ്ടോ? വ്യക്തമാണ്. അത് അത്തരത്തിലുള്ള ഒരു വർഗീയവത്കരണം രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. രാഷ്ട്രീയക്കാരുടെ ആ വർഗീയവത്കരണം വളരെ ദോഷകരമാണ്, ദ്രോഹകരമാണ്. ദയവ് ചെയ്ത് അങ്ങനെ ആരും ചെയ്യരുത്. ഉത്തരവാദിത്വ ബോധമുള്ള ആരും ഇതിനെ ഒരു വർഗീയ വിഷയമാക്കാൻ ശ്രമിക്കരുത്. പലപ്പോഴും ചിലർ അത് തങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന രീതിയിൽ വർഗീയവത്കരിക്കും. വേറെ ചിലർ തങ്ങളുടെ ഊരാക്കുടുക്കിൽ നിന്ന് തങ്ങളെ അത് രക്ഷിക്കും എന്ന് പറഞ്ഞ് വർഗീയവത്കരിക്കും. ഇതാണിപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്യുന്ന വർഗീയവത്കരണങ്ങൾ. അത് ശരിയല്ല. ഇവിടെ ആരും വഖഫ് വേണ്ട എന്ന് പറയുന്നില്ല. വഖഫ് എന്നുള്ളത് അത് ഇസ്ലാം മതത്തിൻ്റെ ഒരു രീതിയാണ്. വളരെ നല്ല കാര്യമാണ്. അങ്ങനെ ഒരാൾ തങ്ങളുടെ സ്വത്ത് നല്ല രീതിയിൽ നല്ല കാര്യത്തിന് വേണ്ടി ഓഫർ ചെയ്യുന്നു. എന്തൊരു നല്ല കാര്യമാണ്. ക്രൈസ്തവരങ്ങനെ ചെയ്യാറുണ്ടല്ലോ. സ്വത്തും ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എഴുതി വെച്ച് കൊടുക്കാറുണ്ട്. വിൻസെൻ്റ് പോളൊക്കെ ചെയ്യുന്ന പ്രവർത്തനം എത്രയോ കാര്യമായിട്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ചെയ്യുന്നത് തീർച്ചയായിട്ടും മാനവികതയുടെ ഒരു തലമാണ്. അപ്പോൾ വഖഫിനെ ആരും എതിർത്തിട്ടില്ലല്ലോ. അതേസമയം വഖഫ് വേണ്ട, ഇവിടെ വഖഫ് ബോർഡ് വേണ്ട എന്നൊക്കെ പറയുന്നതിൽ ഒരു മത വിരുദ്ധതയുടെ ഒരു വിഷയമുണ്ട്. മറിച്ച് അങ്ങനെ ആരാണ് പറയുന്നത്? വഖഫ് വേണം, വഖഫ് ബോർഡ് വേണം. പക്ഷേ വഖഫ് ബോർഡിൻ്റെ
ഇടപെടലുകൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ചുള്ളതായിരിക്കണം. ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യൻ പൗരന്മാരെ ഭരിക്കേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു മതരാഷ്ട്ര നിയമങ്ങൾ കൊണ്ടുവരാനായിട്ട് തക്ക വിധത്തിൽ കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്, അത് ആണ് ഏറ്റവും വലിയ വർഗീയത. അതുകൊണ്ട് വഖഫ് തീർച്ചയായിട്ടും നിലനിർത്തപ്പെടണം. വഖഫ് ബോർഡ് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ അതിന് കൃത്യമായ നിയതമായ നിയമങ്ങൾ ഉണ്ടാവണം. ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം വഖഫ് ആക്ട് അങ്ങേയറ്റം ലൂപ്പ് ഹോൾസ് ഇട്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് തികച്ചും ആർബിട്രറിയായി ആർക്കും എന്ത് തീരുമാനവും എടുക്കാവുന്ന രീതിയിൽ ആണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ടാണല്ലോ വഖഫ് ബോർഡ് പറഞ്ഞു ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ്. അവർ ബ്ലോക്ക് ചെയ്തു. ഇപ്പോൾ ഇത്രയും പേര്, അതായത് ഏതാണ്ട് 450 കുടുംബങ്ങൾ, 610ഓളം പട്ടയങ്ങൾ ഒക്കെ ബ്ലോക്കായി നിൽക്കുകയാണ്. ഇവിടെ ഇത്തരത്തിലുള്ള ആ ഇടപെടലുണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ പറയുന്നത് ഇത് വഖഫല്ല. ഒത്തിരി പേര് പറയാൻ തുടങ്ങിയിട്ടുണ്ട് വഖഫല്ല എന്ന്. ഇപ്പം ഞാൻ ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ വായിൽ നിന്ന് അത് കേട്ടു, സന്തോഷം തോന്നി. പക്ഷേ ഇതുവരെയും അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള സ്ഥാനത്തുള്ളവരാരും പറഞ്ഞിട്ടില്ല. വഖഫ് ബോർഡിൻ്റെ അംഗങ്ങളോ വഖഫ് ബോർഡ് ചെയർമാനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ആളുകളോ നേതാക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം മതപണ്ഡിതനോ ഒരാളും ഇത് വഖഫല്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ വഖഫല്ല എന്ന് ഉറപ്പാണെങ്കിൽ അത് തെളിച്ച് പറയുക. അത് തെളിച്ച് പറഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ നിമിഷ നേരം കൊണ്ട് തീരില്ല. ആ പാവങ്ങൾ എത്ര വർഷമായി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് വർഗീയവത്കരണം ദയവ് ചെയ്ത് രാഷ്ട്രീയ പാർട്ടിക്കാരും അതുപോലെ ഒരു പ്രസ്ഥാനവും നടത്തരുത്. നമ്മുടെ നാട് സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും സാഹോദര്യത്തിലും ജീവിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അതുകൊണ്ട് ഈ വിഷയത്തെ വർഗീയവത്കരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞൊരു മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിൽ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു അമെൻമെൻറ്റും മുനമ്പോ വിഷയം തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് അദ്ദേഹം ഇന്നലെ ഉറപ്പിച്ച് പറയുകയുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ്? അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് മുനമ്പം വിഷയവും വഖഫ് ഭേദഗതി ബില്ലും തമ്മിൽ ഒരു ബന്ധവുമില്ല. ബന്ധമുള്ള എന്തിനാ? മുനമ്പം വിഷയവും വഖഫ് ആക്ടിനും തമ്മിലാണ് ബന്ധമുള്ളത്. കാരണം മുനമ്പത്ത് ഇതുപോലൊരു വിഷയം ഉണ്ടാകാൻ കാരണം 1995 വഖഫ് ആക്റ്റും 2013 അതിൻ്റെ അമെൻമെൻറ്റുമാണ്. അപ്പോൾ നിയമങ്ങൾ ഒത്തിരിയേറെ ലൂപ്പ് ഹോൾസ് ഇട്ട് ചെയ്തിരിക്കുന്നു. ആ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് വഖഫ് ബോർഡിലേക്ക് എത്തുന്നവർ അവരുടെ ഔചിത്യബോധമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ പറയുന്നുണ്ട് വഖഫ് ബോർഡുമായി ബന്ധമില്ലാത്തവരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അല്ല, വഖഫ് ആക്റ്റാണല്ലോ വഖഫ് ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. വഖഫ് ബോർഡിൻ്റെ സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത് അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണല്ലോ. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് വഖഫ് ബോർഡ് എന്ന് പറയുന്നത് വഖഫ് ആക്റ്റിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ വഖഫ് ആക്ട് 1995 വന്നതോടുകൂടിയാണ് പിന്നീട് അങ്ങോട്ട് കുറച്ച് നാൾ ചെന്നപ്പോൾ 2007, 2008 ആകുമ്പോഴേക്കും വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് 2 പേര് കേസ് കൊടുക്കുന്നു. ആ കേസ് കൊടുത്തതിൻ്റെ ഫലമായിട്ട് 2008 അച്യുതാനന്ദൻ സർക്കാർ, കേരള സർക്കാർ നിസാർ കമ്മിറ്റിയെ ഇത് പഠിക്കാനായിട്ട് നിയോഗിക്കുന്നു. ഇതെല്ലാം വയ്ക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? വഖഫ് ആക്ടിൻ്റെ പേരിലാണ്. വഖഫ് ആക്ട് അവിടെ ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. കോടതി നിർദ്ദേശം കൊടുത്തു. എന്തുകൊണ്ടാണ് കോടതി നിർദ്ദേശം കൊടുത്തത്? ഇവിടെ ഈ സ്റ്റാറ്റ്യൂട്ട്സ് ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് കോടതി നിർദ്ദേശം കൊടുക്കുന്നത്. അപ്പോൾ 2008 നിസാർ കമ്മിറ്റി അന്വേഷണം നടത്തുന്നു. എന്നിട്ട് ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുക്കുന്നു, ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ്. ഇത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് ഉള്ള ന്യൂസ് വന്നതോടുകൂടി സർക്കാരിന് ഇത് വലിയ പ്രശ്നമായി. കാരണം അത്രയും പേര് അവിടെ താമസിക്കുകയാണ്. അതുകൊണ്ട് അതൊന്നും വല്ലേ ചവിട്ടിപ്പിടിക്കുന്നത് പോലെ ആയിരുന്നു പിന്നീട് അങ്ങോട്ട്. പിന്നീട് ഇടതു സർക്കാർ വീണ്ടും വന്നപ്പോൾ 2016 വഖഫ് ബോർഡിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം തിരിച്ചു പിടിക്കുക എന്നുള്ള പ്രസ്താവന നടത്തി. അത് വഖഫ് ആക്ട് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ വഖഫ് ആക്ട് നിലവിലുള്ളത് കൊണ്ട് നിലവിലുള്ള സർക്കാർ അത് ചെയ്യാൻ ബാധ്യസ്ഥരായി മാറുകയാണ്.
അതുകൊണ്ട് തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞു. പിന്നെ 2019 മുതൽ പിന്നീട് അതിനുള്ള സ്റ്റെപ്പുകൾ തുടങ്ങി. 2022 ഇവർ കരമടക്കം ചെന്നു. ഇതാണ് അവിടുത്തെ സംഭവം. അല്ല, അപ്പോഴും ഒരു സംശയം ചോദിക്കാൻ വെച്ചാൽ ഈ വഖഫ് ബോർഡ് ഇതിനകത്ത് ഇടപെട്ടിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ കരം പോലും അടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ലീഗലായിട്ട് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ ഭൂമി ഒരിക്കലും ആവില്ലല്ലോ. ഇല്ല, വഖഫ് ബോർഡ് ഇടപെട്ടു. വഖഫ് ബോർഡ് ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ഡിസൈഡ് ചെയ്തു. അപ്പോൾ ഈ വി.ഡി. സതീശൻ ആൾ ഇന്നലെ പറഞ്ഞത് വളരെ പൊട്ടത്തെറ്റല്ല. അപ്പോൾ വഖഫ് ആയിട്ടൊരു ബന്ധമില്ല, അല്ലെങ്കിൽ വഖഫ് അല്ല ഈ ഭൂമി എന്ന് പറയുന്നത് തന്നെ അല്ല. വഖഫ് അല്ല എന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞത് ശരി തന്നെയാണ്. അതായത് നിലവിലുള്ള 1950 സിദ്ദിഖ് സേട്ട് കോഴിക്കോടത്തെ ഫറൂഖ് കോളേജിന് ഇത് വഖഫ് ആധാരം എന്ന പേര് മാത്രം വെച്ച് എഴുതി കൊടുത്തു. അപ്പോൾ വഖഫായി നൽകുന്നു എന്നുള്ള വാക്കും അവിടെയുണ്ട്. അങ്ങനെ രണ്ട് പ്രയോഗമാണ്. ഒന്ന് വഖഫ് ആധാരം, രണ്ട് വഖഫായി നൽകുന്നു. പക്ഷേ ഇത് വഖഫ് അല്ല എന്ന് ഇപ്പോൾ ഇവർ പറയുന്നതിന് കാരണമുണ്ട്. ഒന്ന്, ഫറൂഖ് കോളേജിന് ഇത് സർവ ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഫറൂഖ് കോളേജിന് ഇത് വിൽക്കാം. രണ്ട്, അതിൽ പറയുന്നുണ്ട് ഇത് ഈ പ്രോപ്പർട്ടി ഇത് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി, മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. അത് എന്നിട്ട് കണ്ടീഷൻ വെക്കുകയാണ്. അത് ഏതെങ്കിലും രീതിയിൽ നിന്നു പോവുകയോ ഫറൂഖ് കോളേജ് നിന്നു പോവുകയോ അല്ലെങ്കിൽ ഇത് നടക്കാതെ വരികയോ തനിക്ക് തന്നെ തൻ്റെ കുടുംബത്തിന് തന്നെ തിരികെ വരണം. വഖഫ് എന്നുള്ള കൺസെപ്റ്റിൽ ഈ തനിക്ക് തിരികെ വരിക എന്ന് പറയുന്നൊരു സംഗതി ഇല്ല. വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ്, അതാണല്ലോ ശരിയത്ത് ലോ. അപ്പോൾ ആ ലോ വെച്ചിട്ട് ഇത് വഖഫ് ആണെന്ന് പറയാനാവില്ല. അതുകൊണ്ട് ഇത് വഖഫ് അല്ല എന്ന് പറയുന്നവരുടെ ആർഗ്യുമെൻറ്റ് വളരെ ശരിയാണ്. ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല. പക്ഷേ വഖഫ് ബോർഡ് ഇതിനെ വഖഫ് ആക്കി പറഞ്ഞ് വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞ അക്കാര്യം വളരെ സത്യമാണ്. അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് കേരള സർക്കാർ ഇതിനു വേണ്ടി നടപടിയെടുക്കണം. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ വഖഫ് ബോർഡ് അംഗങ്ങളെ നിയമിച്ചത് ആരാണ്? കേരള സർക്കാരാണ്. അതുകൊണ്ട് കേരള സർക്കാർ ഇടപെട്ടാൽ ഇത് തീരും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ചിത്രത്തിലേക്ക് ഇന്നേ വരെ കേരള സർക്കാരോ അല്ലെങ്കിൽ പാർട്ടി ഇതുവരെ കടന്നു വന്നില്ല. അവരുടെ MLA ഇടതുപക്ഷക്കാരനാണ്, അദ്ദേഹം ഇതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഹൈബീഡൻ വരുന്നതിന് മുമ്പ് തൊട്ട് ആദ്യ സമയം മുതൽ ഈ MLA അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്, ഈ മുനമ്പം ജനതയുടെ കൂടെ നിൽക്കുന്നുണ്ട്. അവർ മുനമ്പത്തുകാർ നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടി, അദ്ദേഹത്തിൻ്റെ ഭരണം 10 വർഷമായിട്ട് ഭരിക്കുന്നു. വഖഫ് ബോർഡിലുള്ളവരും സർക്കാർ നിയമിക്കുന്ന ആളുകൾ വഖഫ് ബോർഡിൽ നിൽക്കുന്നു. അവിടെ ഈ CPM അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രാധാന്യം ഇതുവരെ ഒരു ചർച്ചയിലും നമ്മൾ ഈ ഒരു വിഷയം വന്നിട്ടില്ല. ഈ കേന്ദ്ര സർക്കാരിനെതിരെ പറയുന്നുണ്ട്, സംസ്ഥാന പറഞ്ഞ കോൺഗ്രസിനെതിരെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ സർക്കാരിൻ്റെ CPMൻ്റെ റോൾ എന്താ? CPM ഇപ്പോൾ ഗാലറിയിലിരുന്ന് കളി കാണുകയാണ്. സത്യത്തിൽ ഉണ്ണികൃഷ്ണൻ MLA പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം മുനമ്പത്തെ ജനത്തോട് ചേർന്ന് നിന്നിട്ടുള്ള രാഷ്ട്രീയക്കാരൻ അദ്ദേഹമാണ്. അദ്ദേഹം അവരോട് കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കരമടക്കണമെന്നുള്ള ഇവരുടെ നിർബന്ധത്തിന് ഉണ്ണികൃഷ്ണൻ MLA തന്നെയാണ്, ഉണ്ണികൃഷ്ണൻ MLA തന്നെയാണ് ഇവരോട് കൂടെ പോയതും തിരുവനന്തപുരത്ത് പോയതും. ഒത്തിരി പ്രശ്നങ്ങളൊക്കെ മറികടന്ന് പക്ഷേ കരം അടച്ച് ഇപ്പോൾ അവർക്ക് കരമടക്കാനായിട്ട് കഴിഞ്ഞു. പക്ഷേ കരം അടക്കുമ്പോഴും ഓർക്കണം, വില്ലേജിലും താലൂക്ക് ഓഫീസിലൊക്കെ കിടക്കുന്നത് ഇത് വഖഫ് പ്രോപ്പർട്ടി ആയിട്ട്. അപ്പോൾ വഖഫ് പ്രോപ്പർട്ടിക്ക് ഇവർ കരമടക്കുന്നു എന്നുള്ള വളരെ ഒരു അനോമലിയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA ഇവരോട് കൂടെ നിന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഇതുവരെ ഇവരോട് കൂടെ നിൽക്കാത്തത് എന്നൊരു ചോദ്യം, അത് ശക്തമായൊരു ചോദ്യമാണ്. ഇപ്പോഴുള്ള ഈ ഒരു സമയത്ത് തന്നെയാണ് കേരള സർക്കാരിൻ്റെ വഖഫ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ JPCക്ക് അപേക്ഷ പോയിരിക്കുന്നത് ഇതിലൊരു ഭേദഗതിയും നടത്താൻ പാടില്ല. അപ്പോൾ വഖഫ് ആക്റ്റിൽ ഒരു ഭേദഗതിയും നടത്താൻ പാടില്ല എന്ന് കേരളത്തിൻ്റെ സ്വരമായിട്ട് ഇപ്പോൾ പുറത്തേക്ക് റിപ്പോർട്ട് പോയിരിക്കുകയാണ്. സത്യത്തിൽ കേരള സർക്കാർ വലിയ ഒരു ദ്രോഹമാണ് അതിലൂടെ ചെയ്തത്. ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ
ഇന്ത്യ മുന്നണിയുടെ പൊതുവായ നയമാണോ ഇത്? ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത്. പക്ഷേ അത് അവർ എപ്പോഴും പറയുന്ന ആ തൊഴിലാളി വർഗത്തോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ് ആ ഒരു റിപ്പോർട്ട്. എന്നു മാത്രമല്ല, വഖഫ് ബോർഡ് അംഗങ്ങളെ വഖഫല്ല എന്നിപ്പോൾ ഏതാണ്ട് എല്ലാവർക്കും തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് വഖഫ് ബോർഡ് അംഗങ്ങളെ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയം ഏറ്റെടുത്ത് എത്രയും വേഗം വഖഫ് ക്ലെയിം പൂർണ്ണമായും പിൻവലിച്ച് അതൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാവുന്നുള്ളൂ. കാരണം ഇവരുടെ ആർബിട്രറി ആയിട്ടുള്ള ഈ ഒരു അവകാശവാദത്തെ ഇപ്പോൾ ഇവരെല്ലാവരും മനസ്സിലാക്കുന്നു, ഇത് വഖഫല്ല. സത്യം അതുതന്നെയാണ്. അങ്ങനെയെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി കേരള സർക്കാർ ഇതിൽ ഇടപെടണം. ഒപ്പം ഇത് ചെറായി മുനമ്പം ജനത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇത് ഇന്ത്യ ഒട്ടാകെയുള്ളൊരു പ്രശ്നമാണ്. അതിൻ്റെ കാരണം എന്താണ്? അത് വഖഫ് ആക്റ്റാണ്. വഖഫ് ആക്ടിനെ ഗൗരവമായി പഠിക്കാൻ കേരള സർക്കാർ തയ്യാറാവണം. ഭേദഗതി ബില്ലിനെ പഠിച്ചു, റിപ്പോർട്ട് കൊടുത്തു, പക്ഷേ വഖഫ് ആക്ടിനെ പഠിച്ചോ? ഇതാണ് എൻ്റെ ചോദ്യം. വഖഫ് ആക്ടിനെ ഗൗരവമായി പഠിച്ചോ? സത്യത്തിൽ വഖഫ് മുനമ്പം ഗ്രൂപ്പ് പോലെയുള്ള ആ ഗ്രൂപ്പ്, 1800ഓളം പേരുള്ള ആ ഗ്രൂപ്പ് എത്ര ഗൗരവത്തോടെയാണ് ഈ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ജനം നിയമാവബോധമുള്ളവരായി വളർന്നു വരാനുള്ള ഒരു അവസരം ഈ വിവാദം ഉണ്ടാക്കിയെന്നുള്ളത് വളരെ സന്തോഷകരമാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ രാഷ്ട്രീയക്കാർ കുറേയൊക്കെ പ്രതിരോധത്തിലായതും ഈ ഒരു കാര്യം കൊണ്ട് തന്നെ വളരെ സത്യമാണ്. കാരണം ജനങ്ങൾക്കെല്ലാം അറിയാം ഇവരുടെ മുമ്പിൽ ഇനി എന്ത് പറയും എന്നുള്ളൊരു സത്യം. അതായത് ഇവരുടെ ചില ഇരട്ടത്താപ്പ് ജനം തുറന്ന് കണ്ടു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഒരു വിഷയം തോന്നുന്നു. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ സർക്കാരിൻ്റെ അച്ഛൻ നേരത്തെ പറഞ്ഞതിനെ കൂട്ടി ഇത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞു സർക്കാർ നിയോഗിക്കുന്ന അംഗങ്ങളാണ് അവർ, ഇതല്ല ഇപ്പോൾ ഓൾറെഡി ഇതെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അവരല്ല എന്ന് പറഞ്ഞാൽ ഇത് തീർന്ന പ്രശ്നമുള്ളൂ. എന്തുകൊണ്ട് മുഖ്യമന്ത്രിയോ വഖഫ് മന്ത്രിയോ സർക്കാരോ ഇന്നേ വരെ, ഇപ്പോൾ മലപ്പുറം പല വിഷയങ്ങൾ അവർ എടുത്തെടുത്ത് പറയുന്നുണ്ട്, പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്, മുനമ്പം എന്നൊരു വാക്ക് ഇതുവരെ മിണ്ടിയിട്ടില്ല? കോൺഗ്രസ് പ്രതികൂട്ടിലാണെങ്കിൽ അടുത്തൊരു പ്രതികൂട്ടിൽ ഈ CPM ഈ സർക്കാരും കൂടി ആവേണ്ടതല്ലേ? ബിജോ, ഇത് ഒത്തിരി വർഷങ്ങളായി കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അതായത് ക്രൈസ്തവരുടെ വിഷയങ്ങൾ നമ്മൾ ഉൾപ്പെട്ടു വരുന്ന നമ്മൾ അനുഭവിക്കുന്ന ന്യായമായ പ്രശ്നങ്ങളിൽ സത്യത്തിൻ്റെയും നീതിയുടെയും വശത്ത് നിന്ന് ഇടപെടാൻ ഇന്ന് ഇടത്തോ വലത്തോ രാഷ്ട്രീയക്കാർ തയ്യാറല്ല. രണ്ടു കൂട്ടരും, അത് കോൺഗ്രസ് ആവട്ടെ CPM ആകട്ടെ, രണ്ടു കൂട്ടരും ഇവിടെ വർഗീയത കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വർഗീയ കളി അവസാനിപ്പിക്കണമെന്നാണ് നമുക്ക് ഈ പാർട്ടികളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കുന്ന ഈ രാഷ്ട്രീയക്കാരുടെ വർഗീയ കളി ദയവ് ചെയ്ത് അവസാനിപ്പിക്കുക. നമ്മുടെ നാടിൻ്റെ നന്മയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. ഇവിടെ മതങ്ങളെ അല്ല നോക്കേണ്ടത്, ഇവിടെ സത്യവും നീതിയുമാണ് നോക്കേണ്ടത്. വഖഫല്ല എന്ന് കൃത്യമായി അറിയാവുന്ന ഒരു വിഷയത്തിൽ കേരള സർക്കാർ എത്രയും വേഗം ഇടപെട്ട് ആ മുനമ്പത്തെ ജനത്തിന് നീതി നടത്തി കൊടുക്കണമെന്ന് ദയവ് ചെയ്ത് ഞാൻ വളരെ താഴ്മയോടെ സർക്കാരിനോട് അഭ്യർത്ഥിക്കുക. ഓക്കെ, എന്തായാലും മറ്റൊരു കാര്യം, ഇപ്പോൾ ഇത്ര നാൾ മുഖ്യധാര വാർത്താമാധ്യമങ്ങളൊന്നും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് അവർ വന്നു തുടങ്ങി. എനിക്കൊരു ദേശീയ മാധ്യമങ്ങളടക്കം വന്നതിന് ശേഷമാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഈ മുനമ്പത്തേക്ക് വന്നത് എന്നത് വളരെ രസകരമാണ്. വഞ്ചി സ്കോൾ നടത്തിയ അത്രയും വലിയൊരു സമരം പോലും കവർ ചെയ്യാൻ ഒരു മാധ്യമവും വാർത്താ മാധ്യമങ്ങൾ വന്നില്ല എന്നത് പറയുമ്പോൾ വളരെ ലജ്ജ തോന്നിയായിരുന്നു. ഡിജോ, ഇത് വളരെ വ്യക്തമാണല്ലോ, വളരെ വ്യക്തമാണ്. ഇതിൻ്റെ പിന്നിലുള്ളത് പരസ്യബോധമാണ്. ഒരു പരസ്യബോധമെന്നോ പരസ്യ ആർത്തി എന്നോ വിളിക്കാം. അതായത് മാധ്യമധർമ്മത്തെ പരസ്യ ആർത്തി വിഴുങ്ങിയിരിക്കുന്നു. ദീപിക എൻ്റെ 2 ആർട്ടിക്കിള് കൊടുത്തു എന്നതിൻ്റെ പേരിൽ മാത്രം ദീപികയ്ക്ക് പരസ്യം തരില്ല എന്ന് നേരിട്ട് ദീപികയുടെ ഓഫീസിൽ ഒരു കൂട്ടർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലേക്ക് മാധ്യമങ്ങളെ തൽപര കക്ഷികൾ കൊണ്ടുപോകും. ഇത് തന്നെയാണ് വിഷയം. പക്ഷേ
ഒരു കാര്യം ഓർക്കണം, കൊട്ടയിട്ട് മൂടി വെക്കാൻ ഒരിക്കലും കഴിയില്ല സത്യത്തെ. മാധ്യമങ്ങൾ സത്യം പറഞ്ഞില്ലെങ്കിൽ കല്ലുകൾ സത്യം വിളിച്ചു പറയും. ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളത് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഒരു ലജ്ജിക്കാനുള്ള ഒരു അവസരമായി മാറരുത്. നോക്കൂ, സോഷ്യൽ മീഡിയയാണ് സത്യത്തിൽ ഈ വിഷയത്തെ ഹൈലൈറ്റ് ചെയ്തത്. ചെറുപ്പക്കാരാണ് ഈ വിഷയം ഏറ്റെടുത്തത്. എന്നിട്ടും നമ്മൾ പല വിധത്തിൽ ശ്രമിച്ചു, പല രീതികൾ ശ്രമിച്ചിട്ടും നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും മുനമ്പം ജനത്തിനു വേണ്ടി വന്നില്ല, നിന്നില്ല, റിപ്പോർട്ട് ചെയ്തില്ല. ദീപിക പത്രം മാത്രമാണ്. ഒപ്പം തീർച്ചയായിട്ടും മറ്റ് നിങ്ങളെപ്പോലെ ഗുഡ്നസ് ടി വി, ഷക്കീന ടി വി ഇതെല്ലാം കാര്യമായിട്ട് മുന്നോട്ട് വന്നു. പക്ഷേ ഒരു പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഉള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങളാകട്ടെ ദൃശ്യമാധ്യമങ്ങളായിട്ട് മുന്നോട്ട് വന്നില്ല. പക്ഷേ ആ ഗ്യാപ്പിലാണ് നാഷണൽ മാധ്യമങ്ങൾ ഇവിടെ എത്തിയത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് മാധ്യമങ്ങൾ, ഇവിടെയുള്ള സെക്കുലറിസത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ നിശബ്ദതയാണ് ഇവിടെ മറ്റു ചിലർക്ക് വഴിയൊരുക്കി കൊടുത്തത്. ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുകയും മുന്നോട്ട് കൊണ്ടുവരികയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ സത്യത്തിൽ ഈ വിഷയം പണ്ടേ സോൾവ് ചെയ്തു പോയത്. ഇനി രസകരമായ കാര്യം, ഇപ്പോൾ ഇത്രയും നാൾ അവിടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും എത്തിയില്ല. ഈ ദിവസങ്ങളിൽ ഏഷ്യാനെറ്റ് അവിടെ വന്നു. ഏഷ്യാനെറ്റ് വന്ന് നല്ലൊരു 3 മിനിറ്റോളം നീളുന്ന ഒരു റിപ്പോർട്ടിങ് ഏഷ്യാനെറ്റ് നൽകി. പക്ഷേ ഏഷ്യാനെറ്റ് ചാനൽ പറഞ്ഞത് വലിയ ദ്രോഹമായിപ്പോയി. ആ മുനമ്പംകാരോട് ഇങ്ങനെ ദ്രോഹം ചെയ്യരുതായിരുന്നു. അവർ വളരെയേറെ വിഷമിക്കുന്ന ആളുകളാണ്. അപ്പോൾ എന്താ പറഞ്ഞേ? വഖഫ് ബോർഡിൻ്റെ സ്ഥലം അല്ലെങ്കിൽ വഖഫ് ഇവർ വാങ്ങിയെന്നാണ്. വഖഫ് സ്ഥലം ഇവർ വാങ്ങി. ഇല്ല, അത് തിരുത്തേണ്ടതാണ്. ഏഷ്യാനെറ്റ് ടി വി അത് തിരുത്തി പറയേണ്ടതാണ്. അവർ വാങ്ങിയത് വഖഫ് സ്ഥലമല്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ 1975 സെപ്റ്റംബർ 30 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച വിധി നിങ്ങൾ വായിച്ചു നോക്കൂ. കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, രജിസ്റ്റേർഡ് ഗിഫ്റ്റ് ഡീഡ് എന്നാണ്. അത് വഖഫ് പ്രോപ്പർട്ടി അല്ല. ഇത് കേരളത്തിലെ ഹൈക്കോടതിയാണ് പറഞ്ഞത്. എപ്പോൾ? 1975. വഖഫ് ബോർഡ് ഇവിടെ നിലവിൽ വന്നപ്പോഴാണ് 1995. 20 വർഷങ്ങൾക്ക് മുൻപ് കേരള ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഫാറൂഖ് കോളേജിനുള്ള സ്വതന്ത്ര അവകാശമുള്ളത്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഉണ്ട്. നാട്ടുകാരും ഫാറൂഖ് കോളേജും തമ്മിൽ കേസുണ്ടായി. ആ കേസ് ഫാറൂഖ് കോളേജ് വിജയിച്ചു. പറവൂർ കോടതിയിൽ വിജയിച്ചിട്ട് ഫാറൂഖ് കോളേജ് കുറച്ചുകൂടെ അതിനെ മുന്നോട്ട് കൊണ്ടുപോയി, ഹൈക്കോടതി കൊണ്ടുപോയി. അതായത് അവരുടെ ആ അവകാശം പൂർണ്ണമായി സ്ഥാപിച്ചെടുക്കാനും എന്നേക്കുമായി രജിസ്റ്റേർഡ് ആക്കി വെക്കാൻ തന്നെയാണ് അവരത് ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോൾ 1975 ഹൈക്കോടതിയിൽ നിന്ന് ഇത് രജിസ്റ്റേർഡ് ഗിഫ്റ്റ് ഡീഡ് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. 1975 ഈ വിധി പറയുമ്പോൾ 1954 വഖഫ് നിയമം അവിടെ ഉണ്ടെന്ന് ഓർക്കണം. വഖഫ് നിയമം ഇല്ലാത്ത സമയത്തല്ല ഹൈക്കോടതി അങ്ങനെ ഒരു വിധി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നീട് സംഭവിച്ചതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു ഹൈക്കോടതി വിധിയെ മറികടക്കാൻ പിന്നെ ആർക്കാണ് ഇവിടെ കഴിയുന്നത്? സുപ്രീം കോടതിക്കാണ്. പക്ഷേ 2019 മുതലുള്ള പ്രവർത്തനങ്ങളിലൂടെ വഖഫ് ബോർഡ് ഹൈക്കോടതിയുടെ വിധിയെ മറികടന്ന് അതിനെ വഖഫ് പ്രോപ്പർട്ടിയായി പ്രഖ്യാപിച്ചു. ഇവിടെ വളരെ ഗുരുതരമായ ഒരു കോടതി അലക്ഷ്യം നിൽക്കുന്നുണ്ട്. ഞാൻ പറയും, ഹൈക്കോടതി നേരിട്ട് ഇടപെടേണ്ട ഒരു വിഷയമാണിത്. കാരണം ഹൈക്കോടതിയുടെയും മുകളിൽ വേറൊരു വിധി പ്രസ്താവിക്കാൻ ആരാണ് വഖഫ് ബോർഡ്? വഖഫ് ബോർഡ് ഒരു കോടതിയാണോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഡിജോ. വഖഫ് ബോർഡ് ഒരു കോടതിയാണോ? അല്ല. വഖഫ് ബോർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി മാത്രമാണ്. പക്ഷേ വായിച്ചു നോക്കൂ, വഖഫ് ആക്ട് വകുപ്പ് 40 ഉപവകുപ്പ് 1 വഖഫ് ബോർഡിന് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വഖഫ് ആണ് എന്ന്
റീസൺ ടു ബിലീവ്, വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ, വിശ്വസിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പുസ്തകത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ ഞങ്ങളുടെ പാട്ടിൽ ഇങ്ങനൊരു സാധനമുണ്ട്. ഇങ്ങനെ വിശ്വസിക്കാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അത് വഖഫായി പ്രഖ്യാപിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 1978 വരെ ലാൻഡിനുള്ള അവകാശം ഒരു മൗലിക അവകാശമായിരുന്നു ഇന്ത്യയിൽ. 1978 ഇവിടെ ഒരു നിയമം കൊണ്ടുവന്നു. മൗലിക അവകാശം എന്നുള്ള ആ പ്രയോഗം എടുത്തു മാറ്റി. പിന്നെ എന്താ കൊണ്ടുവന്നത്? കോടതി വിധി തീർപ്പിലൂടെ അല്ലാതെ ആർക്കും ടൈറ്റിൽ നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഒരു ലാൻഡുള്ളയാൾക്ക് ആ ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് ഈ പ്രോപ്പർട്ടി പോകണമെങ്കിൽ, നഷ്ടപ്പെട്ടു പോകണമെങ്കിൽ എന്തു വേണം? കോടതി വിധി തീർപ്പാക്കണം. ഇങ്ങനെ കൃത്യമായ ഒരു നിയമം ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരിക്കെ വഖഫ് ബോർഡ് ഇപ്പോൾ എന്താ ചെയ്യുന്നത്? വഖഫ് ബോർഡ് ഒരു കോടതിയായി കളിക്കുകയാണ്. അതോറിറ്റി ഓഫ് ലോ എന്ന് വെച്ചാൽ സിവിൽ കോടതിയാണ്. അപ്പോൾ സിവിൽ കോടതിക്ക് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? സിവിൽ കോടതിക്ക് സിവിൽ പ്രൊസീജിയറുണ്ട്, കൃത്യമായ പ്രൊസീജിയർ ഉണ്ട്. 2, കൃത്യമായ എവിഡൻസ് ആക്റ്റും അവിടെ ഉണ്ട്, അത് വെച്ചിട്ടേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഈ 2 സംഗതികൾ ഉള്ള അതാണ് അതോറിറ്റി ഓഫ് ലോ. അപ്പോൾ ഒരു കോടതിക്ക് മാത്രമേ ഒരു വ്യക്തിക്ക് ഒരു ലാൻഡിന് മുകളിലുള്ള അവകാശത്തെ നിരസിക്കാൻ പറ്റുള്ളൂ. വഖഫ് ബോർഡ് ഒരു കോടതിയാണോ? ഈ ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? വഖഫ് ബോർഡ് ഒരിക്കലും ഒരു കോടതിയല്ല. വഖഫ് ട്രൈബ്യൂണൽ കോടതിയാണ്, അത് സിവിൽ കോടതിക്ക് തുല്യമാണ്. പക്ഷെ അവിടെയും ഈ പറഞ്ഞ 2 കാര്യങ്ങളും നടക്കുന്നില്ല. അവിടെയുള്ള സംഗതി അടിസ്ഥാനപരമായ ശരീഅത്തുലുമാണ്. അപ്പോൾ എന്തോ ആവട്ടെ, തിരിച്ചു വരാം. അപ്പോൾ ഈ വഖഫ് ബോർഡ് ഈ പിടിച്ചെടുക്കുന്ന പരിപാടി, ഇത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് തികച്ചും വിരുദ്ധമായൊരു നടപടിയാണ്. 2, ഹൈക്കോടതിയുടെ വിധിയെ മറികടന്ന് ഒരു അപ്രഖ്യാപിത സുപ്രീം കോടതിയായി ചെറായി വിഷയത്തിൽ, മുനമ്പം വിഷയത്തിൽ വഖഫ് ബോർഡ് പ്രവർത്തിച്ചിരിക്കുന്നു. ഗുരുതരമായ വിഷയമാണ്. ഹൈക്കോടതിയുടെ ആ ഒരു ജഡ്ജ്മെൻറ്റിന് കടലാസ് വില പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു അവസ്ഥയാണ് കാണുന്നത്. എനിക്കൊന്ന് ഈ വഖഫ് എന്ന് പറയുന്ന പലരും വിചാരിക്കുന്നത് ഇത് ക്രിസ്ത്യാനികൾക്കോ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കും മാത്രം പറയും. എനിക്ക് തോന്നുന്നു മുസ്ലിംസിന് പോലും വഖഫ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പല കോളുകളും ഈ ഒരു വിഷയത്തിൽ ഞങ്ങളിങ്ങനെ മുന്നിട്ട് നിൽക്കുമ്പോൾ നേരിട്ട് വിളിച്ച് പലവരും മുസ്ലിംസ് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ചില യാതനകൾ. ഒരുപക്ഷെ അവർ ആ ഒരു കമ്മ്യൂണിറ്റിയിലായതുകൊണ്ട് ചിലപ്പോൾ തുറന്നു പറയാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ അവർ പറയുന്നു ഞങ്ങൾ അനുഭവിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും പറയേണ്ടത് ഈ മുനമ്പം ജനതയ്ക്ക് അവർക്ക് ആ വീട്, ആ സ്ഥലം തിരിച്ച് കിട്ടണം, അതിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന രീതിയിൽ നമ്മളെ വിളിച്ച്, മാധ്യമങ്ങളെ വിളിച്ച് പറയുന്ന മുസ്ലിംസും കൂടിയുണ്ട്. അപ്പോൾ ഇതൊരിക്കലും ഒരു മുസ്ലിം, ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു വർഗീയത ഉണ്ടാവേണ്ട ഒരാവശ്യമില്ല. ഇത് വഖഫിന് കിട്ടിയിരിക്കുന്ന, അച്ഛൻ നേരത്തെ പറഞ്ഞ ചില ഓവറായിട്ടുള്ള, ഓവറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടുകളില്ലാത്ത ചില അധികാരങ്ങൾ ഇത്ര നാൾ ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിയാതിരുന്നൊരു വിഷയം വളരെ സൈലൻ്റ് ആയിട്ട് ഒരു സൈഡിൽ കൂടെ ഒരു ഭീമാകാരമായ ഒരു സാധനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഈ ഒരു ഇന്ത്യ മുഴുവൻ വിഴുങ്ങിക്കൊണ്ട്. ഇതിലൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് 52,000 മറ്റോ കേസുകൾ ഈ പോർട്ടലിലുണ്ട്, വഖഫ് മെയിൻ്റനൻസ് പോർട്ടലിൽ ഉണ്ട്. അതിൽ ഏതാണ്ട് 10,000-ഓളം കേസുകളും മുസ്ലിം സഹോദരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വഖഫ് ബോർഡിൻ്റെ അധിനിവേശം കൊണ്ട് ഇവിടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല സഹിക്കുന്നത്. അതിൻ്റെ പിന്നിൽ വേറൊരു ചതി. ഇപ്പം എന്നെ വിളിച്ചിരുന്നൊരു കോള്, അവർക്കൊരു 70 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ആ വീട് ഒരു വലിയൊരു നമ്മൾ പറഞ്ഞാൽ അറിയാൻ പറ്റും, അത് പിന്നീട് വെളിപ്പെടുത്തുന്നില്ല. ആ ഒരു ഭവനം മൊത്തവും വഖഫ് ഏറ്റെടുത്തിരിക്കുക, എറണാകുളം നഗരമധ്യത്തിലാണ്. അപ്പോൾ ഈ വീട് അവർക്ക് ഏകദേശം പ്രായമായി. അവരിപ്പോൾ ഹൈക്കോടതിയും കോടതികളായിട്ട് ഇങ്ങനെ കുറേ നാളായിട്ട് കരഞ്ഞുകൊണ്ടാണ് അവർ സംസാരിച്ചത് എൻ്റെ അടുത്ത്. ഒരു മുസ്ലിമാണെന്ന് ആലോചിക്കണം, വലിയൊരു മുസ്ലിം കുടുംബത്തെയാണ്, ഏറ്റവും വലിയ കുടുംബത്തിലെ ഒരാളാണ്. അവരുടെ കേസ് നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഇങ്ങനെ നടന്ന് ഒരു പക്ഷേ അവർ കുറച്ചാളയുമ്പോൾ പ്രായമായി മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ആർക്കുള്ളതാണ്? ഒരാളും കേസ് കൊടുക്കാനില്ല, അത് വഖഫിനുള്ളതാണ്. ഈ ഒരു കുരുട്ട് ബുദ്ധി ഒരു പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ മുനമ്പം പ്രദേശത്തും ഇതിപ്പോൾ നമ്മൾ ഇത്രയും ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ പോയി കുറേ പേര് ഒട്ടുകഴിഞ്ഞു പോവും, ഒരു നിവൃത്തിയില്ലാണ്ട് കുറേ പേര് എന്തെങ്കിലുമൊക്കെ പോവും. അങ്ങനെ പോയി അതൊരു പക്ഷേ കുറച്ച് കാലം ശേഷം തങ്ങളുടേതാക്കാം, ഒരു 100 ചില്ലാനം ഏക്കർ അതും ഈ ഒരു മുനമ്പം തീരത്ത് ആക്കിയെടുക്കാം എന്നൊരു ഗൂഢലക്ഷ്യം കൂടി
എനിക്ക് തോന്നുന്നു ഇതിന് ഒപ്പം നിൽക്കുന്ന രാഷ്ട്രീയക്കാർക്കും ഉണ്ടായിട്ടുണ്ടാവും. ശരിയാണ്. ഈ നേരത്തെ പറഞ്ഞ ആ വിഷയം ഇന്നലെ ഞാനൊരു എക്സിൽ ഒരു വീഡിയോ കാണുകയായിരുന്നു. 2 ചെറുപ്പം പിള്ളേർ സംസാരിക്കുകയാണ്, ഹിന്ദിയിലാണ്. അവർ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം മുസ്ലിം വ്യക്തികൾ വഖഫിൽ നിന്ന് അനുഭവിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് അവർ പല കേസുകൾ എടുത്ത് സംസാരിക്കുകയായിരുന്നു. ഇന്നലെ ഞാൻ കണ്ട ഒരു വീഡിയോ. ഇതിനെ മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞ് വഴിതെറ്റിച്ചു വിടാൻ ആഗ്രഹിക്കുന്നത് വളരെ ദ്രോഹകരമായ. കേരളത്തിലെ പ്രത്യേകിച്ച് മലയാള രാഷ്ട്രീയ പ്രവർത്തകർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് വഖഫ് എന്ന് പറയുന്ന അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഭീകരമായ ഒരു അവസ്ഥയ്ക്ക് എതിരാണ് പോരാടുന്നത്. അച്ഛാ, മറ്റൊരു കാര്യം അവസാനം ചോദിക്കുക വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മീൻസ് KC വേണുഗോപാൽ, നമ്മുടെ ആലപ്പുഴയിൽ നിന്നുള്ള MP, അദ്ദേഹമാണ് പാർലമെൻറ്റിന് ശക്തമായി എതിർത്തത് ഈ ഒരു വിഷയത്തെ അമെൻമെൻറ്റിന്. അദ്ദേഹം കൊണ്ടുവന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ റിലീജിയസ് ഡിനോമിനേഷൻ ആർട്ടിക്കിൾ 26-നെതിരാണ് എന്നെല്ലാം രീതിയിലാണ് അദ്ദേഹം ഘോരമായിട്ട്. ആ ഒരു വിഷയത്തെക്കുറിച്ച് വെച്ചൊന്ന് പറയാൻ. അത് വളരെ രസകരമായ ഒരു കാര്യമാണ്. അതായത് പാർലമെൻറ്റിൽ ഒരു പാർലമെൻറ്റേറിയൻ അല്പം പോലും നിയമബോധമില്ലാതെ സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് KC വേണുഗോപാലിൻ്റെ ആ സംസാരത്തിൽ നമ്മൾ കണ്ടത്. അതായത് വഖഫ് ബോർഡിനെ ഒരു റിലീജിയസ് ഡിനോമിനേഷൻ ആയിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ആർട്ടിക്കിൾ 26-നെതിരാണ് ഈ ഭേദഗതി എന്ന് ആണ് അദ്ദേഹം പറഞ്ഞത്. ഡിജോ, ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞോട്ടെ, നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതി അങ്ങനെ തന്നെ നടപ്പിലാവുമെന്ന് എനിക്ക് ഒരു അഭിപ്രായമില്ല കേട്ടോ, ഒരഭിപ്രായമില്ല. ഞാൻ തുടക്കം മുതൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ഭേദഗതി അങ്ങനെയല്ല നടക്കേണ്ടത്. മറിച്ച് വഖഫ് ആക്ടിനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പഠിച്ച് പഴുതടച്ചുള്ള ഒരു നിയമനിർമ്മാണം നടത്തണം. അങ്ങനെ പഴുതടച്ചുള്ള നിയമനിർമ്മാണം നടത്തിക്കഴിഞ്ഞാൽ ഈ മോദി സർക്കാരിൻ്റെ ഗൂഢലക്ഷ്യങ്ങളോടുള്ള പല ക്ലോസുകളും അനാവശ്യമാണ്, അതൊക്കെ ഒഴിവാക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഇദ്ദേഹം എന്താ പറയുന്നത്, ഈ ഭരണഘടനാ വിരുദ്ധമാണ്, കാരണം ഇത് റിലീജിയസ് ഡിനോമിനേഷനാണ്, അതുകൊണ്ട് ആർട്ടിക്കിൾ 26-ൻ്റെ പ്രൊട്ടക്ഷനുണ്ട്. ഞാൻ ഇത് മാത്രമല്ല, ഹിന്ദു ദിനപത്രത്തിൽ 2-ാം തീയതി, ഒക്ടോബർ 2-ാം തീയതി ഹിന്ദു ദിനപത്രത്തിൽ സെയ്ദ് സഫാർ മഹ്മൂദ് എഴുതിയൊരു ലേഖനമുണ്ട്. ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ ഇതാണ്, അതായത് റിലീജിയസ് ഡിനോമിനേഷൻ അണ്ടർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ആർട്ടിക്കിൾ 26 എന്ന് പറഞ്ഞാണ് ലേഖനം തുടങ്ങുന്നത്. വലിയ അജ്ഞതയാണ് പ്രകടിപ്പിക്കുന്നത്. നോക്കൂ, ഇവിടെ ഒരു കോടതി വിധിയുണ്ട്, ഷിരൂർ മഠ് കേസ്, AAR 1954, സുപ്രീം കോടതിയിലെ 282, അതാണ് നമ്പർ. ഈ വിധി പ്രഖ്യാപനത്തിൽ സുപ്രീം കോടതി ഇതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതായത് ഒരു മതത്തിലെ വിഭാഗങ്ങൾക്കോ ഉപവിഭാഗങ്ങൾക്കോ മാത്രമാണ് റിലീജിയസ് നോമിനേഷൻ എന്ന സംജ്ഞ ഉപയോഗിക്കാവുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം കൃത്യമാണ്, നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ, എന്താണ് റിലീജിയസ് ഡിനോമിനേഷൻസ്. അത് ഹൈന്ദവരുടെ ഇടക്കാണെങ്കിൽ അത് വൈഷ്ണവ, ശൈവ, ശക്തി, സ്മൃതി അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളാണ്. ഇനി മുസ്ലിങ്ങളുടെ ഇടക്കാണെങ്കിലോ സുന്നി, ഷിയ, സൂഫി, അഹമ്മദീയ ഇങ്ങനെയാണ്. ക്രിസ്ത്യൻസിൻ്റെ ഇടക്കാണെങ്കിലോ അത് കാത്തലിക്, ഓർത്തഡോക്സ്, പ്രൊട്ടസ്റ്റന്റ്, പെന്തക്കോസ്റ്റ് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാണ് റിലീജിയസ് ഡിനോമിനേഷൻസ്. വഖഫ് ബോഡി ഇത് എവിടെയാണ് റിലീജിയസ് ഡിനോമിനേഷൻ ആകുന്നത്? ഇനി MS ദാസിൻ്റെ ലോസ് റിലേറ്റിംഗ് ടു പാർട്ടീഷൻ എന്ന ഗ്രന്ഥത്തിൽ 813-ാമത്തെ പേജിൽ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കൃത്യമായി അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ വായിക്കാം. എ വഖഫ് ബോർഡ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ വഖഫ് ആക്ട് ഈസ് നോട്ട് എ റിലീജിയസ് ഡിനോമിനേഷൻ. കൃത്യം, ഈസ് നോട്ട് എ റിലീജിയസ് ഡിനോമിനേഷൻ ടു ക്ലെയിം പ്രൊട്ടക്ഷൻ അണ്ടർ Article 26 of the Constitution. It is not a collection of individuals or a body having common faith and organization. The Waqf Board is not a conglomeration of individuals, and it is not even akin to a company or even a representative body of the Muslim community. It is a statutory body. ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാവോ? വഖഫ് ബോർഡ് ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് ശ്രദ്ധിക്കണം. വഖഫ് എന്നുള്ളത് ഒരു മതപരമായ കാര്യമാണ്. പക്ഷേ വഖഫ് ചെയ്ത സ്ഥലങ്ങളെയും കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യാനായി ഗവൺമെൻറ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി സ്ഥാപിക്കുമ്പോൾ
അത് പിന്നെ മതസ്ഥാപനമല്ല. പലരും വഖഫ് ബോർഡിനെ ഇപ്പോഴും കാണുന്നത് മതസ്ഥാപനമായിട്ട്. ഇത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. മതസ്ഥാപനം അല്ല. ഇത് വലിയൊരു ഈ ഒരു അജ്ഞതയായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം ആ ഒരു ആർട്ടിക്കിൾ, എനിക്ക് തോന്നുന്നു ഇപ്പോഴും പലവരും പറയുന്നുണ്ട് ആർട്ടിക്കിൾ 26 ഇത് മൈനോറിറ്റീസിന് എതിരെ സർക്കാർ കൊണ്ടുവരുന്ന കടന്നുകയറ്റമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് വഖഫ്. പക്ഷേ ഇതെനിക്ക് ഇപ്പോൾ കറക്റ്റാണ്, നേരത്തെ പറഞ്ഞ വിഷയം വെച്ച് നോക്കുമ്പോൾ ഇതൊരിക്കലും മുസ്ലിം ജനതയ്ക്ക് ഈ ഒരു പ്രശ്നത്തിൽ ബുദ്ധിമുട്ടുണ്ട്, ക്രൈസ്തവർക്കും. ഇത് ഇന്ത്യയിൽ താമസിക്കുന്ന ഓരോ പൗരനും ഈ ഒരു വഖഫ് എന്ന് പറയുന്നത് ഭീഷണിയാവാം നാളേക്ക്. എന്തായാലും വെച്ചാൽ ഇത്ര നേരം ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവ്, എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെ ചില പിന്നാമ്പുറങ്ങൾ എന്നെല്ലാം കാര്യങ്ങൾ അച്ഛൻ വ്യക്തമാക്കി തന്നു. ഇന്നത്തെ ഈ ഒരു നേർക്കാഴ്ചയിൽ അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ അത് ലോകം തിരിച്ചറിയുന്നുണ്ട്. അച്ഛൻ ഈ ഒരു മുനമ്പം ജനതയ്ക്ക് വേണ്ടി മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ ഈ വഖഫ് എന്ന് പറയുന്ന ഈ ഒരു ബോർഡിൻ്റെ ചില കൊള്ളരുതായോ അല്ലെങ്കിൽ തെറ്റുകൾ അച്ഛൻ ചൂണ്ടിക്കാണിക്കുന്നത് ലോകം തിരിച്ചറിയുന്നുണ്ട്. സത്യത്തെ സ്നേഹിക്കുന്നവർ അച്ഛൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് വളരെ നന്ദിയാണ്. ഗുഡ്നസ് TV വളരെ ഭംഗിയായി ഈ കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. നിങ്ങളോട് എനിക്ക് നന്ദി പറയാനുണ്ട്. എനിക്ക് ദയവ് ചെയ്ത് നമ്മുടെ പൊളിറ്റീഷ്യൻസിനോടൊക്കെ പറയാനുള്ളത്, ജനത്തിൻ്റെ വിഷയമാണ്, ജനത്തിൻ്റെ വിഷയമാണ്. ആത്മാർത്ഥതയോടുകൂടി നിലകൊള്ളാം. ഒപ്പം മറ്റെല്ലാ പ്രസ്ഥാനങ്ങളോടും, സമുദായ പ്രസ്ഥാനങ്ങളോടോ എന്തിനോടും പറയാനുള്ളത്, ജനത്തിൻ്റെ പ്രശ്നമാണ്. സത്യവും നീതിയും വിട്ട് ഒന്നിനും നിൽക്കാതിരിക്കും. എന്നെ ശത്രുവായി കാണരുത് എന്നുകൂടി ഞാൻ നിങ്ങളോട് ദയവ് ചെയ്ത് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ശത്രുവല്ല. ഈ ജനാധിപത്യ മതേതര ഭാരതത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പൗരനാണ്. ഒരു ഇന്ത്യൻ പൗരനായി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ദയവ് ചെയ്ത് എന്നെ ശത്രുവായി ഒരു പാർട്ടിയും കാണരുത്. ശരിയാണ്, കുറ്റപ്പെടുത്തുകയും ശക്തമായി നിയമം പഠിച്ച് അത് മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് നിങ്ങളെ ഞാൻ ചലഞ്ച് ചെയ്യുന്നുണ്ട്. അതിനിയും തുടരും. പക്ഷെ ഞാൻ നിങ്ങളുടെ ആരുടെയും ശത്രുവല്ല. സമാധാനം. ഓക്കെ അച്ഛാ, അപ്പോൾ ഒരുപാട് നന്ദി. നേർക്കാഴ്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.